സ്വയം ബോധിപ്പിച്ചാൽ മതി. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ 100% കൺവിൻസ്ഡ് ആണോ, നിങ്ങൾ 100% ഹാപ്പിയാണോ, ഡു ഇറ്റ്. ബാക്കി എന്ത് ആര് പറയുന്നോ ചെയ്യുന്നോ, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് വിചാരിക്കണോ, നമ്മളെപ്പോഴും പറയാറില്ലേ, അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ചിന്തിച്ച് 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 ജീവിച്ച് മരിക്കുന്നതാണ് ഈ ശരാശരി മലയാളിയുടെ ജീവിതം. അതാവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ട കാര്യം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ ചോദിക്കാതിരുന്ന ചോദ്യത്തിന് ആൻസർ എല്ലാം ഇവിടെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനും ഇതുപോലൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ ഇത്രയും വലിയൊരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ജോലിയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ റീൽസ് ചെയ്യുന്ന എന്തിനാ, നീ പാട്ട് പാടുന്ന എന്തിനാ, അല്ലെങ്കിൽ നീ സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ കോമഡിയൊക്കെ പറയുന്നത് എന്തിനാ? അപ്പം ഞാൻ പറയാറുള്ളത്, ഡോക്ടർ ഈ പറഞ്ഞ അതേ ഇത് തന്നെ എല്ലാവരോടും ഞാൻ പറയും, എന്നിട്ട് ഞാൻ ചെയ്യും. പലരും എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്രയൊക്കെ വലിയൊരു ഇതിലേക്ക് ഇന്നാണ് എല്ലാ സംഘടനകളിലൊക്കെ പോകുന്ന ആളാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡോക്ടർ കേട്ടിട്ടുണ്ടെന്ന് ഇപ്പം പറയുന്നു. അതേപോലെ തന്നെ രണ്ടാമത് എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഫാമിലിയിൽ നിന്നും എന്ത് സപ്പോർട്ടാണ് ഡോക്ടർ സാറ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ, ചെയ്തതെന്ന് പറയാറുണ്ടോ? താങ്ക് യു ഡോക്ടർ. ഞാനങ്ങനെ ചെയ്തത് എന്ന് പറയുന്നത് ചെയ്തതാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്നാണ് വിശ്വാസം. ഞാൻ കുറച്ചൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഒരാളെ നമുക്ക് പൂട്ടിയിടാനോ കെട്ടിയിടാനോ റെസ്ട്രിക്റ്റ് ചെയ്യാനോ നമ്മൾ പറയാറില്ലേ, നമ്മൾ ഒരു വസ്തുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനെ സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളതാണ്. അല്ലാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കില്ല, കെട്ടിപ്പൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് പിടിച്ചു പറ്റാൻ സാധിക്കില്ല. സ്വതന്ത്രമായി വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനുള്ള ഉത്തരം. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എനിക്ക് റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ഓപ്പൺ ആയിട്ട് നിങ്ങളോട് ഇന്നിവിടെ സംസാരിക്കാൻ പറ്റുക, എനിക്ക് എങ്ങനെയാണ് മനസ്സ് തോന്നി ചിരിക്കാൻ പറ്റുക, ഇതൊന്നും എന്നെ കൂടെ സാധിക്കില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലരും എന്നോട് ചോദിച്ച ചോദ്യം, സൈലൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ ഡോക്ടർക്ക് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നില്ലേ, ഡോക്ടർക്ക് പറഞ്ഞ് പിന്തിരിപ്പിക്കാമായിരുന്നില്ലേ? എന്തിന് ഞാൻ പിന്തിരിപ്പിക്കണം? 41 വയസ്സായി സൈലൻ, എനിക്ക് 40 വയസ്സായി. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുള്ള കംപ്ലീറ്റ്ലി മെച്യൂർഡ് ആയിട്ടുള്ള 2 ഇൻഡിവിജ്വൽസ് ആണ് ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ. ഇതെല്ലാം ചർച്ച ചെയ്യാറുണ്ട്, വേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നത് ഒക്കെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഭരിക്കാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് ഞാനും സരുന്നുള്ളതല്ല, അതാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം ഭരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് നല്ലത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് തെറ്റിപ്പോകും. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഓൺ യുവർ ഡിസിഷൻസ്. ഞങ്ങളുടെ മോൾക്ക് 12 വയസ്സാണ്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തനിച്ചൊരു, അതിപ്പോൾ എൻ്റെ മാത്രമല്ല, അപ്പോൾ എൻ്റെ പ്രായത്തിലൂടെ ഇരിക്കുന്ന എല്ലാവരുടെയും ചെറുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിച്ച് വന്ന ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് എനിക്ക് ബേസിക്കലി ഭയമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സ്നേഹത്തെക്കാളൊക്കെ മുമ്പ് വന്നിരുന്നത് ഭയമായിരുന്നു. കാരണം എൻ്റെ അച്ഛനൊരു പോലീസുകാരനും എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പോകുമ്പോൾ ഊഹിക്കാനോ എന്തായിരിക്കും വീട്ടിലെ അവസ്ഥ എന്ന്. അപ്പോൾ നല്ല പേടിയായിരുന്നു എനിക്ക്. കാരണം നല്ല അടി പൊട്ടുമായിരുന്നു, നല്ല ചീത്തയും അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് വരെ നല്ല അടി പൊട്ടുമായിരുന്നു എൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും. അപ്പോൾ അതുകൊണ്ട് ഭയം, വിധേയത്വം, പേടി ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് അച്ഛനമ്മമാരോടുള്ള അതുകൊണ്ട് തന്നെ ഡിസിഷൻസ്, ഇപ്പം ഞാൻ MBBS പോകണം എന്നുള്ള ഡിസിഷൻ എൻ്റെ ഡിസിഷനൊന്നും ആയിരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടി. അപ്പോൾ പറഞ്ഞു, ശരി നമ്മുടെ ഫാമിലിയിൽ എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ട്, ഡോക്ടർമാരാണില്ല, അങ്ങനെയാണെങ്കിൽ ഇവള് ഡോക്ടർ ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ, നമുക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. നേരെ PC തോമസ് സാറിന് അവിടെ കൊണ്ടാക്കി 2 വർഷം അവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് എല്ലാവരെയും പോലെ ഇങ്ങനെ അടവെച്ച് വിരിയിപ്പിച്ചെടുക്കുന്ന ഒരു ബാച്ചായിരുന്നല്ലോ. ഞാൻ 99 ബാച്ച് SLC ആണ്, ലാസ്റ്റ് ബാച്ച് SSLC ആയിരുന്നു നമ്മൾ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ +1 +2 ആയി. അതായത് ഞാൻ പറഞ്ഞത് പ്രീ ഡിഗ്രി, ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രി ആയിരുന്നു. ഞാൻ എൻ്റെ കോളേജ് ചെയ്തത് സെൻറ്റ് മേരീസിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ചെറുപ്പത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്തിരുന്നത് അച്ഛനമ്മമാരായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, പല തീരുമാനങ്ങളും നമ്മൾ തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ തീരുമാനമെടുക്കാനുള്ള ആ ഒരു കഴിവ് പിന്നെയും കുറെ കാലമെടുത്തു ആലോചിച്ച് ഒരു ശരിയായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ. ആ ഒരു
കഴിയുന്ന അക്വയർ ചെയ്യാൻ എനിക്ക് കുറേ കാലം എടുത്തു. അപ്പൊ ഞാൻ